ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ട് എടുത്ത വണ്ടിയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചത് നമുക്ക് അതിനൊരു വാക്വം പൈപ്പ് ഉണ്ട്. ഈ ഒരു പൈപ്പ് കട്ടായി പോയിട്ട് അതിന് എയർ വലിച്ചിട്ട് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചത്. അതായിരുന്നു ആ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചായിരുന്നു. അപ്പോൾ തന്നെ അതിന് നമ്മൾ സെൽഫ് അടിച്ചെടുത്തിട്ട് അതിൻ്റെ പ്ലഗും കംപ്ലൈൻറ്റ് വന്നായിരുന്നു. ഈ പ്ലഗും ഈ വാക്കും ട്യൂബും മാറ്റി കഴിയുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ആക്കിയിട്ട് നമ്മൾ ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടിക്ക്. അതിൻ്റെ ആക്സിലേറ്റർ കേബിള്, അതിൻ്റെ ബ്രേക്കൊക്കെ തീരെ കുറവാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ വിളിച്ച് ജന സർവീസായിട്ട് ചെയ്തോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജന സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്സ് നമുക്കത് മാറ്റണം കേട്ടോ. കിടക്കുന്നത് കമ്പനി ബ്രേക്സ് ഒന്നുമല്ല, ഏതൊരു കുറഞ്ഞ ഒരു ASK പറഞ്ഞ ഒരു കുറഞ്ഞ കമ്പനിയുടെ ബ്രേക്സാണ്. അപ്പോൾ നമുക്ക് ആ ബാക്കിലെ ബ്രേക്സ് ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് ഈ ക്ലച്ച് പുള്ളിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പുണ്ട്. അതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം. അതായത് നമുക്ക് അതിലേക്ക് റോളർ കഴിഞ്ഞു അതിൻ്റെ പിന്നും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. പിന്നീട് ക്ലച്ചൊന്നും കുഴപ്പമൊന്നുമില്ല, ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഉള്ളിൽ ഈ 2 ഓയിൽ സീലും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്, ലീക്ക് കാണിക്കുന്നുണ്ട്. ഈ 2 ഓയിൽ സീലും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാൻ. അതിൻ്റെ ക്ലച്ചിന് ഭാഗത്തുള്ള ബെൽറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബെൽറ്റ് കണ്ടോ, ഈ ഓരോ ലെയറും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ പോയിട്ടുണ്ട്. ഈ ബെൽറ്റ് ഒരു കുറഞ്ഞ കമ്പനിയുടെ ബെൽറ്റാണ് കിടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഏത് സമയത്തും പൊട്ടിപ്പോകാവുന്ന കണ്ടീഷനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റും മാറ്റേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. എയർ ഫിൽറ്റർ കിടക്കുന്ന ഒരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ എയർ ഫിൽറ്ററാണ് കിടക്കുന്നത്. ഒരു മിന്ന പറഞ്ഞൊരു കമ്പനിയുടെ എയർ ഫിൽറ്ററാണ് കിടക്കുന്നത്. നമുക്ക് തൽക്കാലം നമുക്ക് പ്ലഗ് മാറ്റേണ്ടി വന്നു. അപ്പോൾ എയർ ഫിൽറ്റർ കൂടി മാറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഒരു കുറഞ്ഞ ബ്രാൻഡ് എയർ ഫിൽറ്ററാണ് കിടക്കുന്നത്. അപ്പോൾ മൈലേജിനൊക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന ഒരു ഘടകമാണ് എയർ ഫിൽറ്ററൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഹെഡിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കവറെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്യാസ്കറ്റും കൂടി ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിന് ഉപയോഗിക്കാം. ഫ്രണ്ടിലെ ഈ 2 ഷോക്കപ്പിൻ്റെ ബുഷ് നമുക്ക് 2 മാറ്റി തരും. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സർവീസ് വരുമ്പോഴേക്ക് കൂടുതലാവുകയുള്ളൂ. ഈ 2 ഷോക്കപ്പിൻ്റെ ബുഷും മാറ്റിയിടാൻ ഈ ലിങ്ക് ബുഷിന് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കോളർ മാത്രം മാറ്റിയിട്ട് GC കേൾക്കാം. എൻ്റെ ഫ്രണ്ടിലെ ബ്രേക്സും കുഴപ്പമൊന്നുമില്ല, അതും ഒരു കുറഞ്ഞ ബ്രാൻഡ് ബ്രേക്സാണ് കിടക്കുന്നത്. തൽക്കാലം അത് മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ മാറ്റാൻ തരത്തിൽ മാറ്റുമ്പോൾ നമുക്കത് ഹോണ്ടയുടെ കമ്പനി ബ്രേക്സ് തന്നെ ഇടാൻ നോക്കാം കേട്ടോ. അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിലെ സെൽഫൊക്കെ വർക്കിംഗ് ആണ്, എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.504 വോൾട്ട് കിടക്കുന്നത്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കാനുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടിയൊക്കെയുള്ള ബാറ്ററി ആയിരിക്കും. കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ നമുക്കപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ സെക്കൻഡറി എയർ ഫിൽറ്റർ അത് അത്യാവശ്യം പൊടിഞ്ഞു പോയിട്ടുണ്ട്, അതും കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിള് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേബിളും കൂടി ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിരുന്നു, എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പം നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ഷൂ, അതുപോലെ ക്ലച്ചിൻ്റെ ഉള്ളിൽ വരുന്ന 2 ഓയിൽ സീൽ, എഞ്ചിൻ ഓയിൽ, ആക്സിലേറ്റർ കേബിള്, ബെൽറ്റ്, ഡ്രൈവ് ബെൽറ്റ്, അതിൻ്റെ കോളർ ബുഷും അതിൻ്റെ ഷോക്കപ്പിൻ്റെ ബുഷും ഇതെല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.